ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. ചിലർക്കൊക്കെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അഡിക്ഷൻ്റെ തീവ്രത നൽകാറുണ്ട്. അത്തരക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരാഴ്ച എന്തൊക്കെ കാര്യങ്ങൾക്കായാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് ഒരു നോട്ട് ബുക്കിൽ കുറിച്ച് വയ്ക്കുക. ആ കാര്യങ്ങൾ പഠനത്തിലോ ജീവിതത്തിലോ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നും വിലയിരുത്തുക. ഏറ്റവും പ്രയോജനപ്രദമായ ഏതാനും കാര്യങ്ങൾക്ക് മാത്രമായി നിശ്ചിത സമയമേ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ചെലവിടുവെന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുക്കുക. പിന്നെ ഫോണും വിവിധ ആപ്പുകളും ദിവസവും എത്ര നേരം ഉപയോഗിക്കുന്നുവെന്ന കൃത്യം കണക്കും ആ സമയം ചുരുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾ സ്വീകരിക്കുക. അതിനായി സ്ക്രീൻ ടൈം ട്രാക്കർ പോലുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായം തേടുക തന്നെ വേണം. പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. കുട്ടികളോടൊത്ത് സമയം ചെലവിടുക, അവരുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞിരിക്കുകയും ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കുന്നതിന് മുൻപ് തന്നെ, ഈ ഫോൺ എൻ്റേതാണ്, ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നിനക്ക് തരുന്നതാണ്, അമിതമായോ ഉചിതമല്ലാത്ത രീതിയിലോ ഉപയോഗിച്ചാൽ തൽക്കാലത്തേക്കോ എന്നത്തേക്കുമായോ ഫോൺ ഞാൻ തിരിച്ചെടുക്കും എന്നൊക്കെ പറയുന്നത് ഭാവിയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. വ്യായാമത്തിനോ പഠനത്തിനോ കൂട്ടുകാരോടോ കുടുംബത്തോടൊപ്പമോ ചെലവിടേണ്ട സമയം സോഷ്യൽ മീഡിയ അപഹരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വീട്ടിലെ ഡിവൈസുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുക. ബെഡ്റൂമിൽ കഴിവതും സ്ക്രീൻ ഡിവൈസുകൾ അനുവദിക്കാതിരിക്കുക. കുട്ടികളുടെ സോഷ്യൽ മീഡിയ നോട്ടം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വയം ഏതു നേരവും ഫോൺ നോക്കിയിരുന്ന് മോശം മാതൃക സൃഷ്ടിക്കുകയോ അപഹാസ്യരാകുകയോ ചെയ്യാതിരിക്കുക. നെറ്റിൽ ആരെങ്കിലും വല്ല മനോവൈഷമ്യവും ഉളവാക്കിയാൽ നിങ്ങളെ അറിയിച്ചിരിക്കണമെന്ന് ചട്ടം കെട്ടുക. അങ്ങനെ വല്ല വിവരവും അവർ പങ്കുവച്ചാൽ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയേ ചെയ്യരുത് എന്നൊന്നും പറഞ്ഞ് ശിക്ഷിക്കാതിരിക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവിട്ട ശേഷം കുട്ടി മ്ലാനമായിരിക്കുന്നുണ്ടെങ്കിൽ കാര്യം തിരക്കുക. ഇനി രഹസ്യമായിരുന്ന് ഇൻ്റർനെറ്റ് നോക്കാൻ സമ്മതിക്കാതിരിക്കുക. കുട്ടി ഏതൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പുകളിലാണ് അംഗത്വം എടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുകയും വേണം. കുട്ടികളുമായി സോഷ്യൽ മീഡിയകളിൽ ഫ്രണ്ടായി അവരുടെ പോസ്റ്റുകളോ കമൻറ്റുകളോ അതിരുവിടുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ നിരീക്ഷിക്കുകയും വേണം. പിന്നെ ചില കുട്ടികൾ മാതാപിതാക്കളെ അറിയിക്കാതെ എക്സ്ട്രാ അക്കൗണ്ടുകൾ സൂക്ഷിക്കാറുണ്ട് എന്നോർക്കണം. ഫോണിലും കമ്പ്യൂട്ടറിലും പേരൻ്റൽ കൺട്രോൾ ഉപയോഗപ്പെടുത്തുക. അതേസമയം കുട്ടിക്ക് വേണമെങ്കിൽ അവയിൽ കൃത്രിമം കാണിക്കാമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you.